ഒരു മോശം സംഭാഷണങ്ങളോ അല്ലെങ്കിൽ തെറിവിളിയോ അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. എന്നാൽ ഈ സംഭാഷണങ്ങളാണ് താനും ഞങ്ങളെ ചിരിപ്പിച്ചതും. അപ്പം അതൊരു മനഃപൂർവ്വമായി ശ്രദ്ധിച്ച് ചെയ്തത് തന്നെയാണ്. പൊതുവേ സിനിമയിൽ അങ്ങനെയാണല്ലോ, ചിലപ്പം തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിച്ചിട്ടോ ഒക്കെ ചിരിപ്പിക്കുന്ന ഒരു രീതിയും സിനിമയിൽ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എന്നാലും ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് ഇപ്പൊ തെറി വിളിക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാലും എനിക്കത് തെറിയായിട്ട് മനസ്സിൽ വരാറില്ല. അതിനെ ഒരു വേറൊരു എന്താണോ നമ്മുടെ കഥാപാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിനെ വേറൊരു വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ. പക്ഷെ കേൾക്കുന്നവർ മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ആകെ തെറിയായിട്ട് ജീവിതത്തിൽ, തെറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒറ്റ ഡയലോഗ് എഴുതിയിട്ടുള്ളൂ. അത് മൈലപ്പുറം ലാൻവീട് തന്നെയാണ്. ഈ അമ്മ ചോദിക്കുന്നുണ്ട് അച്ഛനോട്, നരേന്ദ്രപ്രസാദിനോട് മീന ചോദിക്കുന്നുണ്ട്, ഇനി അവളെങ്ങാനും നിങ്ങളുടെ പേര് പറയുന്ന എൻ്റെ പേടിന്ന് ചോദിക്കുമ്പോൾ ഇയാളൊരു ഇത് പറയുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ അവിടെയും ചിരിക്കുകയും ചെയ്യും. ഞാൻ എന്താ ചെയ്യുക? കാരണം ആൾക്കാർ പ്രതീക്ഷിക്കരുത്. ഈ ഡയലോഗ് ഒരിക്കലും ആൾക്കാർക്ക് മുൻകൂട്ടി കാണാം. നമ്മൾ ഓഡിയൻ എന്ന് പറയുന്നത്, പ്രേക്ഷകൻ എന്ന് പറയുന്നത് നമുക്ക് മുമ്പേ സഞ്ചരിക്കും. എഴുത്തുകാരൻ്റെ മനസ്സിന് മുൻപേ തന്നെ സഞ്ചരിക്കും പ്രേക്ഷകൻ. ഉദാഹരണമായി ഒരു നായകൻ, ഒരു ആക്ടർ, ഒരു കഥാപാത്രം ഒരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ, കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വണ്ടി അവിടെ നിർത്തുന്ന ഏതാണ്ട് ഇയാൾ നിർത്തുന്നതിന് മുമ്പേ തന്നെ പ്രേക്ഷകൻ തീരുമാനിക്കും. പിന്നെ അയാൾ ഇറങ്ങി നടക്കുമ്പം അത് അതൊന്നും തീരുമാനിക്കും. പിന്നെ അയാൾ കാണുന്ന ഈ പ്രേക്ഷകൻ തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് നടക്കുന്നതെങ്കിൽ ഘട്ടം കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. പക്ഷെ അയാൾ പ്രതീക്ഷിക്കാത്ത പോലെ അയാൾ നടന്ന് വേറെ വഴിക്ക് പോയാൽ ഇതെങ്ങനെ ഇങ്ങോട്ട് ഇവൻ പോയതെന്ന് ചിന്തിക്കും. പിന്നെ നമ്മൾക്ക് ഈ സംഭാഷണം ഒരിക്കലും അല്ലെങ്കിൽ സീക്വൻസ് ഒരിക്കലും പ്രേക്ഷകൻ്റെ ഒപ്പം നടന്നുകൊണ്ട് ഉണ്ടാവരുത്. പ്രേക്ഷകന് മുൻപേ നമ്മൾ പോകണം, വളരെ മുൻപേ പോകണം. കാരണം നമ്മൾക്ക് മുൻപേയാണ് പ്രേക്ഷകൻ. ഒരുപക്ഷെ അങ്ങനെ ഓവറായിട്ട് റൺ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ കാലത്ത് തെറ്റി ഇറങ്ങി പോയി എന്നൊക്കെ സിനിമകൾ അത് വന്നു പോയിട്ടുണ്ടാവുക. ഞാൻ കൂടുതൽ സ്പീഡിൽ ഓടും, ചിലപ്പോൾ സ്പീഡിൽ പ്രേക്ഷകന്റെ മുമ്പിലേക്ക് പോകും. അപ്പം എൻ്റെ പിന്നിലായിരിക്കും ഇയാളുണ്ടാവുക. അപ്പം ഇവരെങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ അവൻ ഇറങ്ങി പോവുമായിരിക്കും. ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് മനസ്സിലാവേണ്ട വിചാരിക്കുന്നു. നമ്മൾ പ്രേക്ഷകൻ്റെ ഒപ്പം നടക്കരുത്, പ്രേക്ഷകൻ്റെ മുൻപിൽ, വളരെ മുൻപിൽ പോകണം. ഓവറായി പോവരുത്. അതുകൊണ്ട്